നമ്മൾ 4 പേരും ചേർന്ന് കളിച്ചത് കൊണ്ട് ഈസി ആയിട്ട് സാധനം അടിച്ചു. വില കുറച്ച് പറഞ്ഞ കടക്കാരൻ നമ്മൾ 4 പേരും കൂടി ചേർന്നപ്പം കൃത്യമായ വില തന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. ഐക്യമത്യം മഹാബലം. ആദ്യം തന്നെ പറയുന്നു, എല്ലാവരും താങ്ക് യു വെരി മച്ച് ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയതിന്. WCC രൂപീകരിക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾക്കറിയാം. ഇപ്പോഴത്തെ ഒരു സമയം ഇന്ത്യ മുഴുവനും ഒരു മൂവ്മെന്റ് നടക്കുന്ന ഒരു സമയമാണ്. കല്യാണി എന്ന് പറഞ്ഞിട്ട് അതിന് കൊമ്പുണ്ടല്ലോ. അത് കൊമ്പല്ലടാ മണ്ട, തേറ്റ ചില പെണ്ണാനക്ക് തേറ്റ ഉണ്ടാവും. ഈ മൂവ്മെന്റിൽ ഇന്ത്യൻ ഗവൺമെന്റ് അടക്കം, ഫിലിം ഇൻഡസ്ട്രി ബോഡീസ് അടക്കം, FWICE, സിൻറ്റ എന്നുള്ള ബോഡീസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിലപാടെടുക്കുന്ന ഒരു സമയമാണ്. സ്ത്രീകൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു സമയമാണ്. ഓഹോ, അതിന് ഈ അഷ്ടചൂർണം തേനും ചേർത്ത് പൃഷ്ഠഭാഗത്ത് തേച്ചാ മതി, ഇല്ലേ വൈദ്യരെ? അവരെ എന്ത് പറയുന്നു അത് വിശ്വസിക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഞാൻ കഴിഞ്ഞ 13 വർഷമായിട്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണ്. 20ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ തമിഴ്, കന്നഡ, പിന്നെ ഹിന്ദി സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് രണ്ടാമത് നിൽക്കുന്നത് ആ പാർട്ടി രോഹിണിയാ. രോഹിണിയോ? കല്യാണി എന്നല്ലേ പറഞ്ഞത്? രോഹിണി എന്ന് വെച്ചാൽ രോഗം വന്നവൾ എന്നർത്ഥം. ഓ അങ്ങനെ. ഇതാണ് എൻ്റെ ഫിൽമോഗ്രഫി. ഇതാണ് എൻ്റെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള എൻ്റെ വ്യക്തിത്വം. എന്താണ് തൊഴിൽ? പറഞ്ഞത് കേട്ടില്ലേ? എന്താണ് തൊഴിൽ? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അമ്മയുടെ പ്രസിഡന്റ് ഞങ്ങളെ നടിമാരെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കണു, അതെന്താ? നാരായണക്കുട്ടി, ഞാൻ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ പ്രസിഡന്റ് ലാലേട്ടൻ നടിയെന്ന് വിളിച്ചു. ഇപ്പൊ എന്റെ ഭാര്യ ഒരു നടിയാണ്, ഒരു നടി. അതിനെന്താ തെറ്റുള്ള? എന്റെ എത്രയോ പേർ നടിയുടെ ഭർത്താവ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഡോക്ടറെ എന്ന് വിളിക്കുന്നത് കുഴപ്പമുണ്ടോ? ഞാൻ ഇത്രയും വർഷം അമ്മയുടെ മെമ്പറായിട്ട് അമ്മയുടെ ഒരു പ്രോഗ്രാമിന് പോയിട്ടില്ല, എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഐ എം നോട്ട് എ കമേഴ്ഷ്യൽ പേഴ്സൺ. അപ്പോ അവിടെ കമേഴ്ഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവില്ല. അവിടെ കൂട്ടം കെട്ടി നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതെത്ര ശരിയാ? ദൂരത്തുനിന്ന് ആ കുട്ടിക്ക് ഞാനൊരു മെസ്സേജ് അയച്ചേനെ, ഞാനുണ്ട് നിന്റെ കൂടെ അവളുടെ ഒപ്പം എന്ന് പറഞ്ഞിട്ട്. അത്രേ ഉള്ളൂ. ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നു, ഞങ്ങളുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും ആ കുട്ടിക്ക് വേണ്ടി ചങ്ക് കൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ ഉണ്ടാ ചേരുന്ന പേരെ ഒരു ഫംഗ്ഷൻ നടക്കാനെന്നറിയാം. നടക്കട്ടെ. ഞാനൊരു കാര്യം മൂപ്പരോട് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരാണ്. രേവതി, പത്മപ്രിയ ആൻഡ് പാർവതി. 3 പേര് പറയാൻ അങ്ങേർക്ക് സാധിച്ചില്ല. റിസർവ് ബാങ്ക് ഗവർണറുടെ റെസിഡൻസി വന്നിട്ട് കുറച്ച് 1000 രൂപ കടം തരുമോന്ന് ചോദിക്കണ പോലല്ലേ? എടോ രാജേന്ദ്ര, ആ തുക്കണാച്ചി ബാങ്കിന്റെ ആഫീസിൽ കാർത്തികേയൻ വന്ന് പരാതി ബോധിപ്പിക്കൊന്നുമില്ല. This is exactly what we feel. മോനെ സവാരി ഗിരിഗിരി, തോർത്തുമുണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടെ പരൽമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും. ആ ഈരിഴ തോർത്ത് വിരിച്ചാൽ ശ്രാവിനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ നനയണ്ടോ? ഇത് കാർത്തികേയൻ.